രക്ഷപ്പെട്ടോട്ടെന്നൊരു ഇതാണ് സിന്ധു ചേച്ചി മനസ്സിലാക്കേണ്ടത്. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലൂടെ ഫേമസ് ആയ സുതിമോളെ കുറിച്ച് ഞാൻ പ്രത്യേകം ഒരു ഇൻട്രോ തരേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ യൂട്യൂബ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഇപ്പൊ സുതിമോള് വളരെയധികം സുപരിചിതമാണ്. അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾ കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് സുതിമോള്. പക്ഷെ ഈയിടെയായിട്ട് സുതിമോള് ഭയങ്കരമായിട്ടുള്ള മോശം കമന്റുകളുടെ അറ്റാക്കുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് സുതിമോള് പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. അത് ഒരു സിന്ധു സാഗ് എന്ന് പറയുന്ന ഒരാള്, പിന്നെ കുറെ ആൾക്കാര് ബിന്ദു, ആതിരയോ അങ്ങനെയുള്ള കുറെ ആൾക്കാരൊക്കെ വന്ന് ഇവരുടെ ഇതിൽ അക്കൗണ്ടിൽ ഫേക്ക് അക്കൗണ്ട് ആണ് എന്താണേലും. കാരണം അവർക്കൊരു ഫോളോവേഴ്സോ അല്ലെങ്കിൽ അവർക്കൊരു വീഡിയോ സബ്സ്ക്രൈബേഴ്സോ ഒന്നുമില്ല. ഈ പറയുന്ന ആള് തന്നെ ഫേക്ക് അക്കൗണ്ട് എടുത്തിട്ടാണെന്ന് എനിക്ക് പറയുന്നത് കേട്ടോ. സിന്ധു സാജൻ, ബിന്ദു, ആതിര എന്നിങ്ങനെയുള്ള ഒരു ഫേക്ക് അക്കൗണ്ടിലൂടെ സുതിമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോയുടെ താഴെയും സുതിമോളുടെ വീഡിയോയുടെ താഴെയൊക്കെ വന്നിട്ട് ഇതുപോലെ കമന്റുകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അപ്പൊ ഇതിൽ നിന്ന് തികച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അസൂയാണ്. കാരണം ഈ ചെളിക്കുണ്ടിൽ കിടക്കുന്ന സുതിമോള് എങ്ങനെയും രക്ഷപ്പെടരുത് എന്നുള്ളൊരു ചിന്താഗതി ഉള്ള ഒരാൾക്കാരാണല്ലോ ഇങ്ങനെ ചെയ്യുള്ളൂ. 3 മക്കളെയും കൂട്ടി ആ ചെളിക്കുണ്ടില് ജീവിക്കാൻ പാടുപെടുന്ന ഒരു വീട്ടമ്മ സ്വന്തം കഴിവുകൊണ്ട് മുന്നോട്ട് വന്നിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ ആ ഒരു പാവപ്പെട്ടവരെ ഇതേപോലുള്ള കാരണങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് സുതിമോളെ മറ്റുള്ളവർ വെറുക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇതുപോലെ ബാഡ് കമന്റ് പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണിത്. അപ്പൊ നമുക്ക് എന്താണ് പറയാനുള്ളത്? ഇത് വെറും അസൂയാണ്. ഇങ്ങനെയുള്ളവരുടെ കമന്റുകളൊക്കെ നോക്കി പോയിട്ടുണ്ടെങ്കിൽ സുധി ചേച്ചി ഇതുപോലെ സുധി ചേച്ചിക്ക് എന്നും കരയാനാണ് നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ സുധി ചേച്ചി എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള കമന്റുകൾ ശ്രദ്ധിക്കാതിരിക്കുക, മുന്നോട്ട് പോവുക. കമന്റ് ഇട്ടവർ പറഞ്ഞിരിക്കുന്നത് സുധി ചേച്ചിക്ക് കോട്ടയത്ത് 3 സെന്റ് സ്ഥലവും ഒരു വീടും ഉണ്ടെന്നാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് സുധി ചേച്ചി പ്രതികരിച്ചിരിക്കുന്നത്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. കുറച്ച് ഇച്ചിരി പൊന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം വിറ്റ് അമ്മച്ചിരി പെൻഷൻ കാശും എല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ 1,40,000 രൂപ ഈ KV ചാക്കോ എന്ന് പറയുന്ന പുള്ളിക്ക് കൊടുത്തിട്ട് ഞങ്ങൾ അറിയുന്ന ഈ സ്ഥലം നോ ട്രാൻസ്ഫറേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അങ്ങനെയാണ് കിടക്കുന്നത്. ഈ സ്ഥലം വേറെ ആർക്കും പുറത്തുനിന്ന് ഒരാൾക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെ കുറിച്ച് സുധി ചേച്ചി തന്നെ പറയുന്നുണ്ട്. സുധി ചേച്ചിയുടെ അമ്മയ്ക്ക് എപ്പോഴും അസുഖങ്ങളായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ ഉണ്ടായിരുന്നത്. അപ്പം ആങ്ങളയ്ക്കും ഭാര്യയ്ക്കും എപ്പോഴും നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് സുധി ചേച്ചിയുടെ അമ്മ സുധി ചേച്ചിയോട് പറയാണ്, മോളെ നിനക്ക് ഇങ്ങോട്ടൊന്ന് താമസം മാറാമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് സുധി ചേച്ചിയുടെ ഹസ്ബൻഡ് സുധി ചേച്ചിയുടെ കൂടെയുണ്ട്. നമുക്ക് അച്ഛനും അമ്മേനും പ്രായമുള്ള സമയത്താണല്ലോ അവരെ നോക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഇവര് നേരെ ഇവരുടെ വീടിനടുത്തൊക്കെ ആ വാടക വീട്ടിലേക്ക് താമസം മാറുകയാണ്. അപ്പൊ അതിനുശേഷമാണ് ഈ വീട് കൊടുക്കാനുണ്ടെന്ന് അറിയുന്നത്. അതായത് 3 സെന്റ് സ്ഥലവും ഒരു വീടും 1.5 ലക്ഷം രൂപയ്ക്കാണ് കച്ചവടം ഉറപ്പിച്ചേക്കുന്നത്. അപ്പൊ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവരൊക്കെ എന്താണ് 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു 3 സെന്റ് സ്ഥലവും വീടും കിട്ടും എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഞ്ചും തല്ലി വീഴും. അത് തന്നെയാണ് സുധി ചേച്ചിക്ക് ഇവിടെ സംഭവിച്ചത്. 3 സെന്റ് സ്ഥലവും ഒരു വീടും ഉണ്ടെന്ന് പറഞ്ഞപ്പോ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്വർണവും അതുപോലെ തന്നെ ഇവർ കൂലിപ്പണി ചെയ്തുണ്ടാക്കിയ കുറച്ച് കാശുകളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു 1,40,000 രൂപ ഉണ്ടാക്കിയിട്ട് ഉടമസ്ഥന് കൊടുത്തു. അതിനുശേഷമാണ് ഇവർ അറിയുന്നത് ഈ സ്ഥലം വേറൊരാൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, അവരുടെ രക്തബന്ധത്തിലുള്ളവർക്ക് മാത്രം കൈമാറാനാണ് പറ്റുള്ളൂ ഇങ്ങനെ അറിഞ്ഞത്. അപ്പൊ സുധി ചേച്ചിയുടെ പേരില് 1 സെന്റ് ഭൂമിയോ വീടോ ഇല്ല. അപ്പൊ സുധി ചേച്ചി പറയുന്നുണ്ട്, എന്റെ പേരിൽ 1 സെന്റ് സ്ഥലമോ വീടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കമന്റ് ഇടുന്നവരുടെ കയ്യിൽ രേഖകൾ ഉണ്ടെങ്കിൽ അവർ അതും കൊണ്ട് മുന്നോട്ട് വരിക. സുധി ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെയും സ്നേഹിക്കുന്നവരുടെയും വീഡിയോയ്ക്ക് താഴെ ഇതുപോലെ വന്നിട്ട് കമന്റ് ഇട്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുധി ചേച്ചിന്റെ അടുത്ത് ഡയറക്റ്റ് ചെല്ലുക. ഇതൊന്നുമല്ലേ, സുധി ചേച്ചിയുടെ പേരിൽ ഒരു കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ സുധി ചേച്ചിക്ക് വീടും ഉണ്ട് സ്ഥലവും ഉണ്ട്, എന്നിട്ട് നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കാൻ വരെ സുധി ചേച്ചി പറയുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. സുധി ചേച്ചി ഇങ്ങനെയുള്ള കമന്റുകൾ സുധി ചേച്ചി ശ്രദ്ധിക്കാതിരിക്കുക, മുന്നോട്ട് പോകുക. ഞങ്ങൾ എല്ലാവരും സുധി ചേച്ചിയുടെ കൂടെയുണ്ട്. നാളെ സുധി ചേച്ചി നല്ലൊരു വീട് കെട്ടി അതിലേക്ക് മാറി നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണാൻ തന്നെയാണ് സുധി ചേച്ചിനെ സ്നേഹിക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പം ഇതേപോലുള്ള കമന്റുകളൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുക. അസൂയക്കാരങ്ങനെ പലതും പറയും. ആ ഒരു വർത്താനം കേട്ടിട്ട് കരഞ്ഞു തീർക്കാനുള്ളതല്ല സുധി ചേച്ചിയുടെ ജീവിതം. മുന്നോട്ട് വരിക, വിജയിച്ച് കാണിക്കുക തന്നെ വേണം.